പണ്ടൊരു കാലത്ത് ദേവന്മാർക്ക് വളരെ വലിയൊരു ശത്രു ഉണ്ടായിരുന്നു. താരകാസുരൻ എന്നു പേരുള്ള ഒരു ദുഷ്ടനായ അസുരൻ. ഈ അസുരൻ വളരെ ശക്തനായിരുന്നു. അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ദേവന്മാരെ അവൻ ഒരുപാട് ഉപദ്രവിച്ചു. സ്വർഗലോകം പോലും അവന്റെ ഭയത്തിലായിരുന്നു. ദേവന്മാർ എല്ലാവരും ചേർന്ന് ശിവഭഗവാനോട് തങ്ങളുടെ സങ്കടം പറഞ്ഞു. താരകാസുരനെ തോൽപ്പിക്കാൻ ഒരു മകനുണ്ടാകണമെന്ന് അവർ ശിവനോട് പ്രാർത്ഥിച്ചു. ശിവൻ അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ പാർവതി ദേവിയുടെയും ശിവന്റെയും മകനായി കാർത്തികേയൻ ജനിച്ചു. കാർത്തികേയൻ ജനിച്ചത് ഒരു പ്രത്യേക രീതിയിലാണ്. ശിവന്റെ നെറ്റിയിലെ മൂന്നാം കണ്ണിൽ നിന്ന് 6 അഗ്നിസ്ഫുലിംഗങ്ങൾ പുറപ്പെട്ടു. ഈ അഗ്നിസ്ഫുലിംഗങ്ങളെ വായുദേവൻ കൊണ്ടുപോയി സരവണ പൊയ്കയിലിട്ടു. അവിടെ 6 താമരപ്പൂക്കളിൽ 6 കുഞ്ഞുങ്ങളായി കാർത്തികേയൻ വളർന്നു. ഈ 6 കുഞ്ഞുങ്ങളെയും കൃത്തികമാർ എന്ന 6 നക്ഷത്ര ദേവതമാർ ചേർന്ന് പാലൂട്ടി വളർത്തി. അതുകൊണ്ട് കാർത്തികേയൻ എന്ന് പേര് വന്നു. പിന്നീട് പാർവതി ദേവി ഈ 6 കുഞ്ഞുങ്ങളെയും ചേർത്ത് ഒന്നാക്കി. അങ്ങനെയാണ് 6 തലകളുള്ള കാർത്തികേയൻ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. കാർത്തികേയൻ വളരെ ധൈര്യശാലിയായ ഒരു കുട്ടിയായിരുന്നു. അവൻ ആയോധനകലയിലും യുദ്ധത്തിലും വളരെ മിടുക്കനായിരുന്നു. ദേവന്മാരുടെ സൈന്യത്തിന്റെ നേതാവായി അവനെ നിയമിച്ചു. അവൻ തന്റെ വേൽ എന്ന ശക്തമായ ആയുധം കൊണ്ട് താരകാസുരനെയും അവന്റെ കൂട്ടാളികളെയും ധീരമായി പോരാടി തോൽപ്പിച്ചു. താരകാസുരനെ തോൽപ്പിച്ചതിനു ശേഷം കാർത്തികേയൻ ദേവന്മാരുടെ രക്ഷകനായി അറിയപ്പെട്ടു. അവൻ ധർമ്മം സ്ഥാപിക്കാനും തിന്മയെ ഇല്ലാതാക്കാനും എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. കാർത്തികേയന് 2 ഭാര്യമാരുണ്ടായിരുന്നു, വള്ളിയും ദേവസേനയും. വള്ളി ഒരു നാടോടി പെൺകുട്ടിയായിരുന്നു. അവളെ കാർത്തികേയൻ സ്നേഹത്തോടെ വിവാഹം കഴിച്ചു. ദേവസേന ഇന്ദ്രന്റെ മകളായിരുന്നു. അവളെ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് കാർത്തികേയൻ വിവാഹം ചെയ്തു. കാർത്തികേയൻ സാധാരണയായി മയിൽപീലി വാഹനമായ മയിലിന്റെ പുറത്താണ് സഞ്ചരിക്കുന്നത്. മയിൽ ഭംഗിയുടെയും ധീരയുടെയും പ്രതീകമാണ്. കാർത്തികേയൻ എപ്പോഴും ചെറുപ്പവും സുന്ദരനുമായി കാണപ്പെടുന്നു. കാർത്തികേയനെ മുരുകൻ എന്നും സുബ്രഹ്മണ്യൻ എന്നും സ്കന്ദൻ എന്നും പല പേരുകളിൽ വിളിക്കാറുണ്ട്. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മുരുകന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അവിടെ അദ്ദേഹത്തിന് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിലും കാർത്തികേയന് അനേകം ഭക്തരുണ്ട്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ആളുകൾ ധാരാളമായി പോകാറുണ്ട്. തൈപ്പൂയം കാർത്തികേയന് പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. ഗണപതി കാർത്തികേയന്റെ മൂത്ത സഹോദരനാണ്. അവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. ഒരിക്കൽ ലോകം ചുറ്റിക്കറങ്ങുന്ന ഒരു മത്സരമുണ്ടായപ്പോൾ ഗണപതി തന്റെ മാതാപിതാക്കളെ വലം വെച്ച് ലോകം ചുറ്റിയതിന് തുല്യമാണെന്ന് പറഞ്ഞു വിജയിച്ചു. കാർത്തികേയൻ മയിലിന്റെ പുറത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ചതിന് ശേഷമാണ് തിരിച്ചെത്തിയത്. കാർത്തികേയൻ നമ്മെ പതിപ്പിക്കുന്നത് ധൈര്യവും ശക്തിയും ഉപയോഗിച്ച് എപ്പോഴും തിന്മക്കെതിരെ പോരാടണം എന്നാണ്. അതുപോലെ സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കണമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാർത്തികേയന്റെ വേൽ വളരെ ശക്തമായ ആയുധമാണ്. അത് അറിവിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. നമ്മൾ നല്ല അറിവ് നേടുകയും അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യണം എന്ന് ഇത് സൂചിപ്പിക്കുന്നു. കാർത്തികേയന്റെ ഈ ലളിതമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ധീരയുടെയും നന്മയുടെയും ഈ കഥ നിങ്ങൾ ഓർത്തുവെക്കുമല്ലോ. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മുതിർന്നവരോട് ചോദിച്ചാൽ അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും.